like any other dramas of Shakespeare, King Lear's opening scene also has got its own importance. Let's see how Shakespeare opens the door. King Lear is a tragical drama of the author. As the opening scene discusses about the partition of the kingdom, about the partition of the kingdom. Take that. The whole play takes off from a funny love tale. The question is, the whole play takes off from a funny love tale. The question. The whole play takes off from a funny love test. The question is. അറ്റൻഡ് ചെയ്യേ കട്ടീനുണ്ടല്ലേ പിന്നെയും വിളിക്കണേ. ഏയ് അങ്ങനെ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഒരു റോങ് നമ്പറാ. ടേക്ക് ദ നോട്ട്സ്. The whole play takes off from a fun. കണ്ടോ? എങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചൂടെ? ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ പാടില്ലെന്ന അശോകേട്ടൻ പറഞ്ഞിരിക്കുന്നേ. ആ കട്ടായി. The whole play takes off from. പിന്നെ പറയണേ. The question is regarding the impending division of the kingdom. The impending division of the kingdom. Class dispersed. എനിക്ക് അത്യാവശ്യമായിട്ടൊരു ജോലിയുണ്ട്, പോയിക്കോളൂ. പെട്ടെന്ന് പോയിക്കോളൂ. എടി നിന്റെ അമ്മു. ഹലോ 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 വച്ചു കളഞ്ഞോടി പീരു. വച്ചത് നിന്റെ ഭാഗ്യം. നിന്നെ കൈകിട്ടി കൊന്ന് കൊലവിളിക്കും ഞാൻ. അമ്മോ ഭയങ്കര ക്രൂരതയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പൊ അയാൾ നമ്മളോട് ചെയ്യുന്ന ക്രൂരതയല്ലേ? ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങാം. ഗുഡ് മോർണിംഗ്. വിളിക്കടി വിളിക്കേ. ഈ ബോഡി ഗാർഡ് ജേഷൻ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. അമ്മു മതി കറന്നത്. എന്നിട്ട് വേഗം റെഡിയായേ. നീ എന്താ ഇത്ര നേരത്തെ? നേരത്തെയോ? സമയം എന്തായിന്നാ? താഴെ സഫാരിയൊക്കെ ഇട്ട് ഒരാള് റെഡിയായി നിക്കണ്ടേ? ഈ ജെമിനി ഗണേശന്റെ സഫാരി ഞാൻ ഇന്നത്തെ കൊണ്ട് അവസാനിപ്പിക്കും. പാർവതി പാർവതി നമ്പ്യാർ. ഒരു പാർവതി നമ്പ്യാർ വിളിക്കുന്നു. നീയോ? ആരാ ഈ പാർവതി നമ്പ്യാർ? പാർവതി നമ്പ്യാരല്ല, പ്രൈവറ്റ് നമ്പർ. ഓ അതിന് മിസ് സ്പെല്ലിംഗ് തന്നെയാണ്. ഇതവളാ ആ യക്ഷി. നിന്നെ ഞാൻ നോക്കിയിരിക്കുന്നടി. നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഓൺ ചെയ്ത് സംസാരിക്കും. You bloody hell! Yes. ആരടി നീ? ഫോണിൽ കൂടി സംസാരിച്ചിട്ട് നേരിട്ട് വാടി. നിന്റെ സൂക്കേട് ഞാൻ മാറ്റി തരാം. എന്റെ സൂക്കേട് ജയകൃഷ്ണനാ. ഇപ്പൊ കോളേജിലെ എല്ലാ പെൺകുട്ടികൾക്കും ജയകൃഷ്ണനല്ലേ ഹീറോ. ഹീറോയോ? ആരുടെ ഹീറോ? എവിടത്തെ ഹീറോ? അതിനൊന്നും ആരും ഇവിടെ വേഷം കെട്ടി നടക്കുന്നില്ല കേട്ടോടി. ആ സഫാരി സൂട്ടും ആ കറുത്ത സൺഗ്ലാസും എന്തൊരു ഗെറ്റപ്പാ. എത്ര നന്നായിട്ടാ അത് ഇണങ്ങുന്നത്. എനിക്കിഷ്ടേതാ. നിർത്തടി. നിനക്കിഷ്ടം വേണ്ടിയിട്ടൊന്നുമല്ല ഞാനിത് കിട്ടോണ്ട് നടക്കുന്നത്. നിന്നെ പോലെ ഏതെങ്കിലും ഒരു അലവലാതി പെണ്ണ് ഫോണിൽ വിളിച്ച് ഇഷ്ടമാണെന്ന് പറയുമ്പോഴേക്കും ഇളകി പോകുന്ന ഒരു കൊച്ചാനൊന്നല്ല ഞാൻ. മേലാൽ എന്റെ ഫോണിൽ വിളിച്ചേക്കരുത്. വിളിച്ചാൽ നിന്റെ അന്ത്യമായിരിക്കും. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിന്റെ അന്ത്യമായിരിക്കും. എന്റെ വെട്ടുണ്ടോ? ഇനിയും അയാൾ സഫാരി ഇട്ടുകൊണ്ട് വന്നാൽ ഈ കോളിനെ റെസ്പെക്ട് ചെയ്യുന്നു എന്നർത്ഥം. അല്ല ഉപേക്ഷിച്ചാൽ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി എന്നർത്ഥം. നീലാംബരേട്ടാ എന്താ കണ്ടോ? ബോഡിഗാർഡ് യൂണിഫോം മാറ്റി. നിന്നോട് ആരാടി പറഞ്ഞു അത് പോയി ഒളിഞ്ഞു നോക്കാൻ? അയ്യേ അതല്ല. ഇതെന്താ ഈ വേഷത്തില്? ഇന്നു മുതൽ ഇങ്ങനെയാ. ആർക്കും ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തത്? എനിക്ക് ഇഷ്ടമായിട്ടില്ല. നിന്നെ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. കമോൺ മോ 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 മോ. ഇതുവരെ ഒരു പെൺകുട്ടിയെ നോക്കാതിരുന്നാണ് ഇപ്പത്തെ മുഖത്തുനിന്ന് കണ്ണെടുക്കണില്ല. ഹായ് മാഗി. ഹായ് മോർണിംഗ്. തന്നെ ഞാൻ വിഷ് ചെയ്തോ? ഇല്ല. പിന്നെന്തിനാ ഇങ്ങോട്ടൊരു ഗുഡ് മോർണിംഗ്? വേണ്ട.
നല്ല സ്റ്റൈലാണല്ലോ. എന്താണ് വിശേഷം? എന്റെ അമ്മാവന്റെ മോളെ പെണ്ണ് കാണാൻ. എന്താടാ റെഡിയാക്കി നിർത്തിയിട്ടില്ലേ? ഹലോ, വേഷം മാറിയോണ്ട് ചോദിച്ചതാ. വേഷം മാറി നീ എന്തും ചുകട ചക്കപ്പോത്തെ. നല്ല കാര്യം പൊറുക്കി കൊടുത്തോടല്ലേ? അമ്മോ ദേ അതിന് വട്ടം എന്നാ തോന്നണേ. അതിന് നിനക്കെന്താ മിണ്ടാ നടക്കുവേണേ. ഇടിക്കും ഞാൻ. ഹലോ ഒന്നുകൂടെ പറഞ്ഞേ. ഹലോ ഒന്നുകൂടി. ഹലോ വളരെ സോഫ്റ്റ് ആയിട്ട് ശബ്ദം. ഹലോ ഹലോ. കുട്ടി പൊക്കോളൂ. ഹലോ 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 പറയടി, എവിടെയാണ് നീ? നിന്നെ ഹലോ എന്ന് പറഞ്ഞേ. ഇയാൾക്ക് വട്ടാണോ? താങ്ക്സ്. ഒന്നുമില്ല, ഇവിടെ ഒരു വട്ടം. ഇപ്പൊ എവിടെയാണ് നീ ഉള്ളത്? ഞാൻ കാണുന്ന ജയകൃഷ്ണന് ജീൻസും ബ്രൗൺ ഷർട്ടും ഇട്ട് ലൈബ്രറിയുടെ മുന്നിൽ ഫോണുമായി നിന്ന് കല്ലി തുള്ളണത്. ഇന്നത്തോടെ നിന്റെ അന്ത്യ. എന്റെ അടുത്ത കളി ധൈര്യം ഉണ്ട്. ഒരു 10 മിനിറ്റ് നീ കട്ട് ചെയ്ത് സംസാരിക്കടി. അതിനുള്ളിൽ ഞാൻ നിന്നെ പിടികൂടിയിരിക്കും. എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടണേ? എന്നെ ഇഷ്ടമാണെന്ന് ഒരു വാക്ക് പറഞ്ഞ പോരെ? ആ നിമിഷം ഞാൻ മുന്നിൽ ഒന്ന് നിക്കില്ലേ, നല്ല സ്റ്റൈലായിട്ട്. അതിന് നിന്റെ മറ്റവൻ വരൂടി. അപ്പൊ 10 മിനിറ്റ് അല്ല 10 വർഷം എടുത്താൽ എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തിനാണ് 10 വർഷം 10 സെക്കൻഡ് കൊണ്ട് നിന്നെ, നിന്റെ അച്ഛനെ, കുടുംബക്കാരെ മുഴുവൻ ഞാൻ കണ്ടുപിടിക്കൂടി. ഈ ഡ്രസ്സിലും ആള് സുന്ദരനാട്ടോ. പക്ഷെ ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യുന്നത് ചാത്തന. ഫ്രീ ആയിട്ടിരുന്നതാ ഭംഗി. അതുപോലെ ഷർട്ട് പാതി ഇൻസേർട്ട് ചെയ്യണം. ഇപ്പോഴത്തെ ട്രെൻഡില് എനിക്ക് സൗകര്യമുള്ളടി. നിന്റെ അമ്മൂമ്മയുടെ ട്രെൻഡിന് ഞാൻ മുടി ചാത്തം പോലെ തന്നെ വെക്കും. പിന്നെ ഞാൻ ഷർട്ട് മുഴുവൻ അഴിച്ചിട്ടെടുക്കും. നീ എന്നെ എന്ത് ചെയ്യും? തൂക്കിക്കൊല്ലോ. മരുഭൂമിയിൽ മഴ തുടങ്ങി. ഇനി പ്രളയമായിരിക്കും. പ്രണയത്തിന്റെ പ്രളയം. ബി കെയർഫുൾ.